രണ്ടിന് ഒരു ഫർലോങ് കൂടുതൽ കറ്റ കിട്ടുകയില്ല. ഇതാണ് അന്നത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ചെങ്കൊടിയാണെ കട്ടായം ഈ കിന്നരം ഞങ്ങൾ കൊയ്തിരിക്കും. അവരെന്നെ അവിടുന്ന് വലിച്ച് അങ്ങോട്ടങ്ങ് കൊണ്ടുപോയി, പുരയിടത്തിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത് എന്നെ ഞാൻ ചത്തെന്ന് വിചാരിച്ചപ്പോൾ അവരെൻ്റെ കയ്യും കാലും കൂട്ടി കിട്ടി. 1975 കുന്നട കൊയ്ത്ത് സമരം നടക്കുന്നത്. അവിടുത്തെ തൊഴിലാളികളോട് അവിടുത്തെ ജന്മിമാർ ഒരു രീതിയിലുള്ള മര്യാദ കാണിച്ചിരുന്നില്ല. അവരെ അടിമകളെ പോലായിരുന്നു കണ്ടിരുന്നത്. മാനുഷികമായിട്ടുള്ള യാതൊരു പരിഗണനയുമില്ലാത്ത സമീപനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ അവിടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള സമരം ആരംഭിച്ചു. അവർ 7-1 പദം വേണം, കച്ചി കെട്ടുന്നതിന് കൂലി വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരരംഗത്ത് വന്നു. ആ സമരത്തെ അന്ന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും അതിനെ തകർക്കാനാണെന്ന് എംപിമാർ ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി അവിടെ സംഘർഷങ്ങളുണ്ടായി, സംഘടനകളുണ്ടായി. കർഷക തൊഴിലാളി യൂണിയൻ്റെ നിരവധി സഖാക്കൾക്ക് അതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് സഖാവ് കൊച്ചുകുഞ്ഞ്, അവനെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ മർദ്ദിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞിട്ട് പോയതാണ്. പിന്നെ പോലീസുകാരെടുത്ത് അടൂർ ആശുപത്രി കൊണ്ടുപോയി, പിന്നെ ഒരു കൊല്ലം ജനറൽ ആശുപത്രിയിൽ ചികിത്സിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി സഹാക്കളെ അന്ന് പോലീസ് വേട്ടയാടി. ആ പ്രദേശമാകെ പോലീസിൻ്റെ ഒരു തേർവാഴ്ചയായിരുന്നു. അവിടെ പാവപ്പെട്ടവർക്ക് താമസിക്കാൻ കഴിയാതെ എല്ലാവരും ആ നാട് വിട്ടു പോവുകയായിരുന്നു. അതിനെതിരായിട്ട് അവിടെ VS അച്യുതാനന്ദനും അതുപോലെ നയനാരുമെല്ലാം അവിടെ വന്ന് ഈ മലയെല്ലാം VSും നയനാരുമെല്ലാം കയറി തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് അവിടെ ആ സാധാരണ ജീവിതത്തിലേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് പാർട്ടി സംസ്ഥാന നേതൃത്വം ശക്തമായി ഇടപെട്ടതിന് ഫലമായിട്ടാണ് അവിടെ അവർക്ക് സാധാരണ നിലയിൽ ജീവിക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്ന് ആ പഞ്ചായത്തിലാകെ കർഷക തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ഞാനന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ അതിനുശേഷം ഞാൻ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഏനാധികാരം പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം കുറുമ്പുകരയിലും അതിശക്തമായ സമരമാണ് പോലീസിനെ എല്ലാം നേരിട്ടുകൊണ്ട്. അത് സഖാവ് PR ആ സമരത്തിന് അന്ന് കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സഖാവ് P. രാമകൃഷ്ണൻ. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം നൽകി. അതുപോലെ മാരൂരും ഇളവണ്ണൂരും ആ പഞ്ചായത്തിലാകെ വലിയ സമരമായിരുന്നു ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് അവിടെ പാർട്ടിക്ക് ശക്തി ഉണ്ടായത്. ഈ കർഷക തൊഴിലാളി മേഖലയിലെ തൊഴിലാളികൾ നടത്തിയ സമരത്തിൻ്റെ ഫലമായി അവർക്ക് മാന്യമായ കൂലിയും അതുപോലെ ജന്മിമാരുടെ മാടമ്പത്വമൊക്കെ അവസാനിപ്പിക്കാനും അതിലൂടെ അവിടെ CPM ശക്തമായി. അതിനുശേഷം നടന്ന 79 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ പഞ്ചായത്ത് ഭരണം കിട്ടുന്നതിനും ഈ സമരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അടൂർ കുന്നിട കൊയ്ത്ത് സമരത്തിന് ഇന്ന് 50 ആണ്ടാകുവാണ്. എന്നോടൊപ്പം ഉള്ളത് സഖാവ് കൊച്ചുകുഞ്ഞും സഖാവ് ഗോപാലകൃഷ്ണനുമാണ്. ഇപ്പോൾ സഖാവ് കൊച്ചുകുഞ്ഞിന് 90 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. 50 വർഷം കഴിഞ്ഞിട്ടും സഖാവിൻ്റെ പോരാട്ട വീരത്തിന് ഒട്ടും കുറവില്ല. കൊയ്ത്ത് സമരത്തിൽ ക്രൂരമായ മർദ്ദനമേൽക്കുകയും മരിച്ചുവെന്ന് കരുതി അന്ന് ആക്രമിച്ചവർ ഇട്ടിട്ട് പോയതാണ്. പിന്നീട് അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നാണ് ഈ 90-ാം വയസ്സിലും ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ കൃത്യമായി കുന്നിട സമരത്തെപ്പറ്റി ചോദിച്ചറിയാം. സഖാവ് 50 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൊയ്ത്ത് സമരത്തിന് 74 ഇവിടുത്തെ തോട്ടം സമരമായിരുന്നു. കൂലി കുറവായിരുന്നു. 2 രൂപ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് 2 രൂപ കിടന്നത് അത് 3.5 കൂലി കൂട്ടി തരണമെന്ന് അവിടെ ഒരു തോട്ടത്തിൽ പണി ചെയ്തപ്പോൾ പഴയ 2 രൂപയെ അവർ കൊടുക്കുകയുള്ളൂ. പിന്നെ അന്നത്തെ നടന്ന കാര്യങ്ങളായി പറയുന്നത് 2 രൂപയെ കൊടുക്കുകയുള്ളൂ. പെണ്ണുങ്ങൾ ആ കൂലി വാങ്ങിച്ചത് 1 കിലോ അരിക്ക് 2.5 രൂപയുണ്ട്, 2.25 രൂപ തരണമെന്ന് പറഞ്ഞ് അവർ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ പെണ്ണുങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു ഇക്കാര്യം. ഞാൻ പറഞ്ഞു നിങ്ങൾ സഖാവിനെ പോയി വിവരമൊന്നും അറിയിപ്പിക്കണമെന്ന്. പിറ്റേ ദിവസം സഖാവിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ജനബോഡി കൂടി. ജനബോഡി 10-200 ആൾക്കാരോടുള്ള. ഇത് സഖാവ്
വാസി മങ്ങാട് വാസി. ആ അദ്ദേഹം ആ സഖാവ് ഇവിടെ വന്നിട്ട് സമരം ഏറ്റെടുത്ത് പെണ്ണുങ്ങൾക്ക് ആ 2 രൂപയിൽ നിന്ന് 5 രൂപ കൂലിയാക്കി, 5 രൂപ കൂലിയാക്കി വർദ്ധിപ്പിച്ചു. ആണുങ്ങൾക്ക് അന്ന് 5 രൂപയായിരുന്നു കൂലി, ആണുങ്ങൾക്ക് 8 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ കൂലി വർധന അങ്ങനെ തോട്ടം തൊഴിലാളി സമരത്തിൽ അങ്ങനെ അങ്ങ് പരിഹരിച്ച്. അത് കഴിഞ്ഞാണ് 75 ആരംഭമായപ്പോൾ ഇവിടുത്തെ കണ്ടത്തിലെ സമരം തുടങ്ങിയത്. കണ്ടത്തിലെ പൂട്ടിയടിയായിരുന്നു ആദ്യത്തെ സമരം. അത് കഴിഞ്ഞ് അത് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞ് പിന്നെ കൊയ്ത്ത് 75-ലെ കൊയ്ത്ത് സമരത്തിന് ആണ് 7-1 പദം വേണം, ദൂരെ ഞങ്ങൾ കറ്റ കെട്ടി 2 പല്ലങ്ങേ കറ്റ കെട്ടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടു. അന്ന് ചുവടെ അറുത്ത് കെട്ടണമായിരുന്നു, 3-4 മൈൽ അന്ന് ചുമ്മണമായിരുന്നു, അത് അറുത്ത് കെട്ടി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൂരം കുറയ്ക്കണം, കച്ചി അറുത്ത് കണ്ടത്തിലിടും, കച്ചി കെട്ടുന്നതിന് കൂലി കൊടുക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്ന് അവർ സമ്മതിച്ച്. പിറ്റേ ദിവസം പറക്കോട്ടുകാരുടെ ഒരു 50 നിലമുണ്ടായിരുന്നു. ആ നിലത്തിലെ സമരത്തിന് എന്നെയാണ് വിളിച്ചത്. ഞാൻ അവിടെ പോയി ആ മുതലാളിയുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പായി. നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് കൊയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ പോലീസിനെ റൗഡികളെ ഇറക്കി ഞങ്ങളെ കൊണ്ട് കൊയ്യാൻ സമ്മതിച്ചില്ല. അവർ തന്നെ കൊയ്ത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നമുക്ക് അനുകൂലമുള്ളവർക്ക് മാത്രം കൊയ്യാനായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അവർ നമ്മൾ പറഞ്ഞ ഡിമാൻഡെല്ലാം അംഗീകരിച്ച് 7-1 പദവും കുറുക്കി കൊയ്ത് കച്ചി അറുത്ത് കണ്ടത്തിലിടും, അതെല്ലാം അവർ സമ്മതിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് കൊയ്ത്ത് ഇവിടെ നടക്കുന്നത്. ആ ലാസ്റ്റ് കൊയ്ത്ത് നടന്നപ്പോൾ അവർ ഇതിനിടയ്ക്ക് ഒരു 50 നിലം ഇവിടെ വടക്കുണ്ടായിരുന്നു. അവിടെ രാത്രി കൊണ്ട് അവർ കൊടി കുത്തി, കോൺഗ്രസിൻ്റെ കൊടി കുത്തി ഈ നിലം കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കൊയ്യിപ്പിക്കുകയായിരുന്നത്. ഞങ്ങൾ ഫാസാഹാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജാഥയായിട്ട് പോയി ആ കണ്ടത്തിലിങ്ങനെ കൊയ്ത്, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് കൊയ്ത് ചേർത്ത് കണ്ടത്തിലിട്ട് 7-1 പദം തന്നു, കച്ചി കിട്ടുന്നതിന് കൂലി തന്നു. അങ്ങനെ ആ സമരം അങ്ങനെ ഒത്തുതീർത്തായപ്പോൾ ഈ 50 പേരെ പറക്കോട്ടുകാരുടെ നിലത്തിന് ഞങ്ങളെ കൊണ്ട് കൊയ്യിപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം നോക്കിയപ്പോൾ ഈ അവരിതെല്ലാം കൊയ്യും, അവർ ഡിമാൻഡ് അനുസരിച്ച് കൊയ്യും, അത് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊണ്ട് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കൊയ്യിപ്പിക്കരുതെന്ന്. അങ്ങനെയാണ് ഈ ഇവരെ ഞങ്ങളെ കൊണ്ട് കൊയ്യിപ്പിക്കാതെ വന്നത്. പറക്കോട്ടുകാരുടെ നിലത്ത് ഞങ്ങൾ തലേ ദിവസം എന്നെ വിളിച്ചു, ഞാൻ ചെന്ന് ഒത്തുതീർപ്പായി നമ്മൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് എല്ലാവരും അംഗീകരിച്ചതാണ്. പിറ്റേ ദിവസം അവർ പോലീസിനെയും പട്ടാളത്തെ ഇറക്കി കൊയ്ത്ത് തുടങ്ങി. ആ കൊയ്ത്ത് അപ്പം പോലീസുകാർ തന്നെ പറഞ്ഞു, ഞങ്ങൾ വരുന്നിടത്ത് നിങ്ങൾ വരരുത്. ഞങ്ങളെല്ലാം അറസ്റ്റ് 10-200 ആളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. രാത്രി 8 മണിയായപ്പോഴാണ് വിട്ടത്. അങ്ങനെ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ ജയിക്കാനൊക്കെയല്ല, അതുകൊണ്ട് പോലീസും പട്ടാളം ഇറങ്ങിയെങ്കിലും ഒക്കെ ഉള്ളെന്നും പറഞ്ഞ് പോലീസിനെ കൊണ്ടുവന്ന് അവരുടെ നിലമെല്ലാം കൊയ്യിപ്പിച്ച് ലാസ്റ്റിൽ കൊയ്ത്ത് തീർന്ന ഉടനെ അവർ പോലീസെല്ലാം ഇവിടുന്ന് പോയപ്പോൾ അവർ പിറ്റേ ദിവസം കറ്റ കെട്ടിയപ്പോൾ ഞങ്ങൾ തടഞ്ഞതിൻ്റെ അന്ന് വൈകിട്ടാണ് അതിന് പകരം തീർക്കുന്നതിന് ഞങ്ങൾ കൊയ്ത്തും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഈ ഇടവഴിയിലിട്ട് ഞങ്ങളെ ആ 2 വഴിക്കും അവരുടെ ആൾക്കാർ നിന്ന് ക്രൂരമായ ഏറും അടിയും മർദ്ദനം, പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടമാനം ഉപദ്രവിച്ചു. ജീവനും കൊണ്ടെല്ലാം ഓടി രക്ഷപ്പെട്ടു. അക്കൂട്ടത്തിൽ എനിക്ക് ഓടാൻ പറ്റിയില്ല, ഓട്ടമൊന്നും വിചാരിച്ചതുമില്ല. ഞാൻ അവിടെ നിന്ന് എന്നെ ചെയ്യാവുന്നതെല്ലാം ചെയ്ത്, എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്തു. അവർ ഒടുവിലൊന്നും ഞാൻ മാത്രമായി 100 പേരെങ്കിലും കുറഞ്ഞത് കാണും. അവരുടെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എങ്കിലും ഞാൻ അതുവരെ പോരാടി. ഒഴിവ് നിവർത്തിയല്ല വന്നപ്പോൾ ഞാൻ വീണ് പോയവർ എന്നെ ഇടിച്ചും കല്ല് വെച്ച് തലയെല്ലാം ഇടിച്ച് പറിച്ച് കുത്തി വെട്ടി എന്ന് വേണ്ട ചെയ്യാൻ ഒന്നുമില്ല അവർ ബാക്കി. അത്ര ക്രൂരമായ മർദ്ദനം എന്നെ മർദ്ദിച്ച് ഞാൻ താഴെ വീണ് പിന്നെ എനിക്ക് അനങ്ങാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ, തലയൊക്കെ ഇടിച്ച് കയറി രക്തം ഒഴുകുമായിരുന്നു. അങ്ങനെ അവിടെ വീണ് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു വലിയ കല്ലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇടും. ഞാനിത് കണ്ട് രാത്രിയായി, ഒരു 6-6:30 ഇത് കണ്ടോ. ഞാനൊന്ന് തിരിഞ്ഞുകൊണ്ട് ഇവിടെ വീണ് അസ്ഥി ഒടിഞ്ഞില്ല, ഇപ്പോൾ നെഞ്ച് പൊട്ടിയില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. അവിടെ പിന്നെ ഇവരെന്നെ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്ത് ക്രൂരമായ മർദ്ദനങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ട് ഞാനവിടെ കിടന്ന്. ഉള്ളിൽ ബോധമുണ്ട്, പക്ഷേ കൈയും കാര്യം അനങ്ങിയില്ല, കണ്ണ് തുറക്കാനൊക്കെയല്ല.
അങ്ങനെ കിടന്നപ്പോൾ എൻ്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി കിട്ടും അവിടെ. എല്ലാവരും പോയെന്നാൽ അവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഞാൻ ആ കയ്യാലെ കൂടെ ചാടി വലിച്ചു കയറി. അപ്പം നിവരാൻ സമ്മതിച്ചില്ല. പിന്നാണ് അവിടെ തന്നെ ഈ പാടെല്ലാം ചെയ്തത്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ വീണ് കിടന്നപ്പോഴാണ് പിന്നെ എനിക്ക് എണ്ണിക്കാൻ വയ്യാതായിപ്പോയി, എഴുന്നേക്കാൻ വയ്യാതായിപ്പോയി. കൈ പൊങ്ങുകയില്ല, കാല് പൊങ്ങുകയില്ല, കണ്ണ് കാണുകയില്ല. അത്രത്തോളം അവശതയായി. അവശതയായ പിന്നെ അവർക്കൊരു സംശയം ജീവനുണ്ടോയെന്ന് നോക്കിയിട്ട് അവരെൻ്റെ കാലും കൈയും കൂട്ടിക്കെട്ടിയിട്ട് അവരങ്ങ് പോയി. ആ പുരയിടത്തിലത് കൂട്ടിക്കെട്ടിയിട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ്, ഒത്തിരി കഴിഞ്ഞ്, അന്ന് ഫോണും ഒന്നുമില്ലല്ലോ. അടുന്ന് പോലീസ് വന്നപ്പം ആ പുരയിടത്തിൽ കിടന്ന് എന്നെ വലിച്ചു കൊണ്ടുവന്ന് ഇടവഴിയിലൂടെ എറിഞ്ഞ്. ആ എറിഞ്ഞ കൂട്ടത്തിൽ കുറ്റി നിൽപ്പുണ്ടായിരുന്നു. ആ കുറ്റിയിൽ കാല് കുരുങ്ങി അങ്ങനെ കിഴക്കാമ്പാട് കിടക്കുകയായിരുന്നു അവിടെ. അങ്ങനെ കിടക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. പോലീസ് വന്ന് എന്നെ അവിടുന്ന് കെട്ടഴിച്ച് തറയിട്ട് ഒരു തൊട്ട് വെള്ളം കൊണ്ടുവന്നപ്പോൾ തലമുറ കൊഴിച്ചപ്പോൾ എനിക്ക് ജീവൻ വീണ്. അപ്പോൾ എനിക്ക് ജീവൻ വീണപ്പോൾ പോലീസ് പറയുന്നത് കേട്ട് ജീവനുണ്ട്. അവിടുന്ന് തന്നെ അവർ അടൂർ കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊല്ലം ആശുപത്രി കൊണ്ടുപോയി 1 മാസം ആശുപത്രി കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പത്തനംതിട്ട സബ് ജയിലിൽ 2 മാസം കിടന്നു. പിന്നെ ഞങ്ങൾ ഈ മർദ്ദനമേറ്റ് കഴിഞ്ഞ ശേഷം ആശുപത്രി കിടന്ന ശേഷം എത്തുമ്പോൾ വീണ്ടും പ്രതിയാക്കി പോലീസ് ജയിലിലടച്ചു. അന്നാരായിരുന്നു കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തരം? അന്ന് കർണാടകനായിരുന്നു ആഭ്യന്തരം. PK വസുന്ധരനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് നമ്മൾ ആശുപത്രി നമ്മൾ വീണ്ടും ജയിലിലേക്ക് പോവാണ് അല്ലേ? ആന്ന് അവിടുന്ന് ജയിലിൽ പോലീസ് വന്നാൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി പത്തനംതിട്ട ജയിലിൽ ഈ സബ് ജയിലിൽ അടയ്ക്കുന്നു. അവിടെ 2 മാസം കിടന്നു. പിന്നെ ജാമ്യം കിട്ടുന്നത് ഞങ്ങൾക്ക്. ഈ സമരത്തൊക്കെ ഒടുവിൽ നമുക്ക് കൂലി കൃത്യമായി കിട്ടി തുടങ്ങി. എല്ലാം കിട്ടി തുടങ്ങി. സമരത്തോടെയാണ് കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ. അതെ. അന്ന് CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ആയിരുന്നു, CPM-ന്റെ നേതൃത്വത്തിലായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണൻ സഖാവൂടെ ചേരുകയാണ്. അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അവർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി ഒരു ദിവസം പോലും കണ്ടത്തിൽ ഇറക്കാനോ കൊയ്യിക്കാനോ സാധിക്കുകയല്ല, അതിനെ ഞങ്ങൾ നേരിടും എന്നായിരുന്നു അവർ. അതിന് വിപരീതമായിട്ട് ഞങ്ങളും മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ചെങ്കൊടിയാണെ കട്ടായം ഈ കിന്നലം ഞങ്ങൾ കൊയ്തിരിക്കും, ഇങ്ങനെയുള്ളൊരു വാശി വന്നായിരുന്നു. ആ വാശിയിൽ അമ്പലത്തിന് പടിഞ്ഞാറൊരു കണ്ടതെന്ന് പറഞ്ഞില്ലയോ, അവിടെ കണ്ടത്തിലിറങ്ങി കൊയ്തോട് നിന്ന് കോൺഗ്രസിൻ്റെ പെണ്ണുങ്ങൾ ഞങ്ങളതിന് ചുറ്റും ഞങ്ങൾ കൊയ്യാൻ ചെന്നപ്പോഴത്തേക്ക് പോലീസ് വന്ന് ഞങ്ങളെ വിരട്ടി ഓടിച്ച്. അവിടുന്ന് പോലീസ് നേരെ മേപ്പോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഈ പൊടിയനും ഞാനും ഓടി. അപ്പം CRP എല്ലാം കൂടെ ആയി കയറി വരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ ഒരു പുതിയ കയ്യാല, ഇതുപോലൊരു ഉയരമുള്ള പുതിയ കയ്യാല, അതിലൊരു വലിയ 2-3 കല്ലിരുന്ന് അത് ഞങ്ങൾ ഉരുട്ടി താഴോട്ട് വിട്ടേച്ചാണ് ഞങ്ങൾ ഓടിയത്. അതാണ് ആ രാത്രിയിലാണ് കുറേ ആളുകളെ പിടിച്ചതും കൊണ്ടുപോയി ഉപദ്രവിച്ചതും ഒക്കെ. ഈ കൊച്ചുകുഞ്ഞിന് അടി കിട്ടിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. പറയാമോ? ഈ അന്ന് ഞങ്ങൾക്ക് ആരും കൊയ്ത്ത് തന്നില്ല, അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊയ്ത്ത് എൻ്റെ കണ്ടം കൊയ്യാൻ ഞാൻ കൊടുക്കുകയെന്നും പറഞ്ഞ് കാഞ്ഞിരക്കാട്ട് മണിയമ്പിള്ള എന്ന് പറയുന്ന ആൾ, അയാളാണ് ഞങ്ങൾക്ക് ആ കൊയ്ത്ത് തന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയി അത് കൊയ്തു. അപ്പോൾ ഒരു മഴക്കാറൊക്കെ കണ്ടു. കൊയ്തുണ്ട ഈ കറ്റ ഇതാണ്ട് ആ നിൽക്കുന്ന കടയുടെ അവിടെ ഒരു കളം വെച്ചിട്ട് കറ്റയെല്ലാം പിറക്കി അടുക്കി ടാർപ്പായിട്ട് മൂടി, മഴ വരുന്നുണ്ട്, ആ ടാർപ്പായിട്ട് മൂടി വെച്ച് ഞങ്ങൾ 7 പേരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ആ ഇടവഴിയുടെ ആ മുക്കുഭാഗത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു 10-30 പേര് തലയ്ക്ക് വന്നു. അപ്പോൾ അതുകൂടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയുണ്ട്, അവിടെ ഉണ്ട് ഒരു 10-50 പേര്. അപ്പോൾ ഈ ഭാഗത്തും അപ്പുറത്തും ഞങ്ങൾ ഇടയ്ക്കായി. 2 സൈഡും ഭയങ്കര കട്ടിങ്ങായി. ഇതെല്ലാം കയ്യാലയാണ്, അത് ചാടിക്കയറാൻ നോക്കത്തില്ല. ഒടുക്കം അവർ വന്ന് അടി തുടങ്ങി. ഞങ്ങളെ ആയതുപോലെ ഞങ്ങളും ചെയ്തു. ലാസ്റ്റിൽ ആൾ കൂടിയപ്പോഴത്തേക്ക് ഈ നമ്മൾ കുറവുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട വന്ന സാഹചര്യമാണ്. അങ്ങനെ ഓടിപ്പോയ കൂട്ടത്തിലാണ് സഹാനെ അവർ പിടിച്ച് ആ ക്രൂരമായിട്ട് അങ്ങ് മർദ്ദിച്ചിട്ട് കാലിനും കൈക്കും കൂടെ പിടിച്ച് ഇങ്ങനെ ആട്ടിയെടുത്താണ് ആ വഴിയിലിട്ടിരുന്നത്. അങ്ങനെ പിന്നെ പോലീസ് വന്ന് പുള്ളിയെ കാണുന്നതും പുള്ളിയെ പൊക്കിയെടുത്ത് വണ്ടിയിലാക്കി ആശുപത്രി കൊണ്ടുവന്നത്. ഞങ്ങളെല്ലാം വിചാരിച്ചത് അങ്ങനെയാണ്, ആൾ കൈവിട്ടു പോയി എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ഈ പോലീസ് വന്നിങ്ങനെ എടുത്ത് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ജീവൻ വീണു, മരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ജീവൻ വീണു. അതെ. അന്ന് കർഷക തൊഴിലാളി സമരത്തിലാണ് ഈ കൊയ്ത്തിൻ്റെ ഡിമാൻഡും
കൂലിയുടെ ഡിമാൻഡും എല്ലാം കർഷകർ അംഗീകരിച്ചത്. അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ കൂലിയും കൊയ്ത്തുമൊക്കെ തന്നത്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഇത് ഇല്ലാതാക്കാൻ വേണ്ടി വേഴങ്കാട്ടി വിജയൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റുണ്ട്. അയാളും തോട്ടത്തി മത്തായി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരാളുമുണ്ട്. അവരാണ് വീട് തോറും കയറി നടന്ന് പറഞ്ഞ് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ കുളം കലക്കുകയാണെന്നുള്ള ധാരണ വെച്ച് കുറേ പേര് ഈ ഡിമാൻഡ് അംഗീകരിച്ച്, കുറേ പേരെ അംഗീകരിച്ചില്ല. അങ്ങനെയാണ് പിന്നെ ഇത് മൂർധന്യാവസ്ഥയിൽ പോകുന്നത് സമരം. അതെ അതെ, കർഷക തൊഴിലാളിയുടെ പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം കണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് ഇതിനെല്ലാം വ്യത്യാസം ഉണ്ടായത്. എന്നാൽ ഇവരുടെ പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊയ്ത്ത് സമരങ്ങളുടെ ചരിത്രം പുതുതലമുറ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്? അത് 47 കേരളത്തിലെ സമരങ്ങൾ ഇല്ലാതാവുകയല്ല, പകരം അതിന് തുടർച്ചയായി CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രം പുതുതലമുറയ്ക്ക് അത് പഠിക്കേണ്ടത് കൂടിയാണ്. അടൂരിൽ നിന്ന് കൈരളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു,